ഒരു അച്ഛൻ രഹസ്യമായി മകളുടെ ഭക്ഷണത്തിൽ മരുന്ന് കലർത്തി. അയാൾ അവളുടെ അരികിലിരുന്ന് നിശബ്ദമായി അവളുടെ ശ്വാസഗതി മന്ദഗതിയിലാകുന്നത് നോക്കി. അയാളുടെ മുഖത്ത് ഒരു വികാരവും പ്രകടമായിരുന്നില്ല. പക്ഷേ മനസ്സിൽ ഒരിക്കൽ കുടുംബം പങ്കിട്ട സന്തോഷകരമായ നിമിഷങ്ങൾ വീണ്ടും ആവർത്തിച്ചു. അയാൾ അവളുടെ ചുണ്ടുകളിൽ നിന്ന് പതിയെ നുരയെ തുടച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ് പെയിന്റ് ചെയ്തു. മനോഹരമായ ഒരു വസ്ത്രം ധരിപ്പിച്ചു. എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾ അവളെ ഒരു പാർക്കിലേക്ക് കൊണ്ടുപോയി. അയാൾ അവളെ ശ്രദ്ധാപൂർവം ഒരു ബെഞ്ചിൽ ഇരുത്തി. തന്റെ അവസാന 300 യുവാൻ അവളുടെ കോട്ടിന്റെ പോക്കറ്റിലിട്ടു. പെൺകുട്ടി 3 പകലും 3 രാത്രിയും അവിടെ തുടർന്നു. ഒരു രാത്രി വൈകി വീടില്ലാത്ത ഒരാൾ അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ശ്രദ്ധിച്ചു. അവൾ വിശ്രമിക്കുന്നുണ്ടെന്ന് കരുതി അയാൾ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. അവളുടെ മുടി ഉയർത്തിയപ്പോൾ അവൾ ഇതിനകം മരിച്ചുപോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ ഭയന്നു. പ്രശ്നങ്ങൾ ഭയന്ന് അയാൾ പോലീസിനെ വിളിച്ചില്ല. അവളുടെ വീൽചെയറും ബാഗും മാത്രം എടുത്ത് അയാൾ പോയി. പിറ്റേന്ന് പാർക്കിൽ ഒരു ഭക്ഷണശാല നടത്തിയിരുന്ന ഒരു സ്ത്രീ മൃതദേഹം കണ്ടെത്തി ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു. പെൺകുട്ടിക്ക് ഏകദേശം 18 വയസ്സ് പ്രായമുണ്ടെന്ന് മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തി. ദൃശ്യമായ പരിക്കുകളൊന്നുമില്ല. കാലിലെ പേശികൾ വളരെ ക്ഷീണിതമായിരുന്നു. വർഷങ്ങളായി അവൾ വീൽചെയറിൽ കഴിയുകയായിരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ദീർഘകാലമായി ശാരീരിക വൈകല്യമുള്ള ആളാണ് അവളെന്ന് തിരിച്ചറിഞ്ഞു. അക്രമത്തിന്റെ വ്യക്തമായ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതിനാൽ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ആശയക്കുഴപ്പത്തിലാക്കി. സൂചനകൾ ശേഖരിക്കാൻ പോലീസ് ഒരു റിവാർഡ് നോട്ടീസ് നൽകി. അപ്രതീക്ഷിതമായി വീടില്ലാത്തയാൾ സ്വയം മുന്നോട്ടുവന്ന് പെൺകുട്ടിയുടെ ബാഗ് തിരികെ നൽകി. ഇത് ഇരയുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ പോലീസിനെ സഹായിച്ചു. അവളുടെ പേര് സുക്വിൻസി. കുട്ടിക്കാലം മുതൽ അവൾ തളർന്നിരുന്നു. മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചു. സർക്കാർ സഹായത്തോടെ അതിജീവിച്ചു. അടുത്തിടെ അവളുടെ അമ്മയ്ക്ക് മാരകമായ രോഗം കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവളുടെ അച്ഛൻ സു ചാഞ്ചിയാങ് അവളെ പരിചരിക്കാൻ അവളുടെ അരികിൽ തന്നെ നിന്നു. പോലീസ് അവനെ ചോദ്യം ചെയ്തപ്പോൾ സു ചാഞ്ചിയാങ് പൂർണ്ണമായും തകർന്നു. അയാൾക്ക് ഒരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. കൂടുതൽ പരിശോധനയ്ക്കും അന്വേഷണത്തിനും ശേഷം മറ്റാരുടെയും പങ്കാളിത്തമില്ലെന്ന് അധികാരികൾ സ്ഥിരീകരിച്ചു. പെൺകുട്ടി ശാന്തവും ഒറ്റപ്പെട്ടതുമായ ജീവിതം നയിച്ചു. പൂർണ്ണമായും മാതാപിതാക്കളാൽ പരിപാലിക്കപ്പെട്ടു. എന്നാൽ ദുരന്തം അവിടെ അവസാനിച്ചില്ല. പിന്നീട് ഭാര്യയുടെ മൃതദേഹവുമായി ഷു ചാഞ്ചിയാങ് അപ്രത്യക്ഷനായി. ഒരിക്കൽ അയാൾ പറഞ്ഞിരുന്നു, ഞാൻ അവളെ പറഞ്ഞയച്ച ശേഷം ഞാൻ എന്റെ മകളെ കണ്ടെത്താൻ പോകും. ക്വിൻസി. ഒടുവിൽ പോലീസ് അയാളെ കണ്ടെത്തിയപ്പോൾ അയാൾ മദ്യത്തിൽ കലർത്തിയ മയക്കുമരുന്ന് ധാരാളം കഴിച്ചിരുന്നു. ഒരിക്കൽ മകളെ കിടത്തിയ അതേ ബെഞ്ചിനടുത്താണ് അയാൾ കുഴഞ്ഞു വീണത്. കഥയുടെ ഗുണപാഠം: ജീവിതം എത്ര ഭാരമേറിയതാണെങ്കിലും സഹായം തേടുന്നത് എപ്പോഴും ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. കൂടുതൽ റീക്യാപ്പുകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.